അത് ഉറപ്പുവരുത്തണം. അതുമാത്രവുമല്ല, ഈ കുഞ്ഞുങ്ങളെ വാഹനങ്ങളിൽ, സ്കൂൾ വാഹനങ്ങളിൽ ക്യാമറ വയ്ക്കാൻ വേണ്ടി സർക്കാർ പ്രത്യേക ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവ് ഈ ഒരു ഓഗസ്റ്റ് മാസം 1-ാം തീയതിയോടുകൂടി അത് നിലവിൽ വരും. കാരണം 2 മാസത്തെ അവധി ആവശ്യമുണ്ടെന്ന് PTA-കളും മാനേജ്മെൻറ്റും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് സർക്കാർ അത് അനുവദിച്ചത്. ബസ്സിൻ്റെ ഉള്ളിലേക്കൊരു ക്യാമറ, ബസ്സിൻ്റെ മുന്നിലേക്കൊരു ക്യാമറ, ബസ്സിൻ്റെ പിന്നിലേക്കൊരു ക്യാമറ, ഇങ്ങനെയുള്ള 3 ക്യാമറകളാണ് നമ്മൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. പിന്നെ ഡ്രൈവർ ഫ്രണ്ടിലോട്ട് ചെറിയ കുഞ്ഞുങ്ങൾ വണ്ടിയുടെ മുമ്പിൽ നിന്ന് അറിയില്ല. റിവേഴ്സ് എടുക്കുമ്പോഴും ഈ ക്യാമറ നോക്കി തന്നെ നമ്മൾ റിവേഴ്സ് എടുക്കണം. ആ ക്യാമറയുടെ മോണിറ്റർ ഡ്രൈവറുടെ സീറ്റിൻ്റെ അടുത്ത് ഉണ്ടാകണം. അത്തരത്തിലുള്ള ക്യാമറയാണ് വെക്കേണ്ടത്. അത് നിർബന്ധമായി വെക്കേണ്ടതാണ്. അതിനെ വെക്കുന്നതിന് ജൂൺ മാസം 1 എന്നുള്ളത് ഓഗസ്റ്റ് വരെ ഒരു അവധി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വെക്കണം. PTA-യും രക്ഷിതാക്കളും എല്ലാം അത് വെച്ചിട്ടുണ്ട് എന്നിനിയുള്ള നാളുകളിൽ ഉറപ്പുവരുത്തണം. ഈ പറയുന്ന സമയത്തിനുള്ളിൽ അത് പൂർത്തിയാക്കാൻ മാനേജ്മെൻറ്റും അതുപോലെ PTA-കളും തയ്യാറാവണം. അധ്യാപകരും പ്രഥമാധ്യാപകരും അത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിയമപരമായി നമ്മൾ അത് വാഹനത്തെ തടയേണ്ടതായി വരും. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം പറഞ്ഞാൽ വാഹനത്തിൻ്റെ ടയർ നല്ല കണ്ടീഷൻ